നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. 1202 പുതുവർഷ ആശംസകൾ നേരുന്നു. ആയില്യം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ആയില്യം കർക്കിടകക്കൂറ് എന്ന് പറയും. അപ്പോൾ ഈ വർഷം എന്തുകൊണ്ടും നേട്ടങ്ങളുടെ, ഭാഗ്യങ്ങളുടെ, സന്തോഷത്തിൻ്റെ കാലഘട്ടമായിട്ട് കരുതണം. വേഴഗ്രഹം 1ലും 2ലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ വേഴനെന്ന് പറയുന്ന ഗ്രഹം ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെയാണ്. ആ വേഴൻ നമ്മൾ ജനിച്ച രാശിക്കൂറിൽ വരുമ്പോൾ നമുക്ക് എല്ലാ ഗുണങ്ങളും കിട്ടും. കാരണം ലക്ഷം ദോഷം ഗുരുർ ഹന്തി എന്നാണ്. ലക്ഷം ദോഷങ്ങളുണ്ടെങ്കിലും അത് മാറിക്കിട്ടുമെന്നാണ് വേഴഗ്രഹം നമ്മുടെ ജാതകത്തിൽ ജനിക്കുമ്പോഴോ ജീവിതത്തിൽ സഞ്ചരിക്കുമ്പോഴോ ഉള്ള ഫലം. 2 മാന്തിദോഷം ഗുരുർ ഹന്തി, ഗുളികൻ്റെ ദോഷം, ശത്രു മൃത്യുദോഷങ്ങൾ പോലും നമുക്കുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമെന്നാണ് 2ാമത്തെ ഫലം. പിന്നെ ഈ ദിഷണെ അനുകൂലെ പ്രായോ അനുകൂലാക്ക സകലാശദേവ, എല്ലാ ദേവന്മാരുടെയും തുണയും അനുകൂലവും നിങ്ങളുടെ പ്രാർത്ഥനയുടെ പുണ്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. കാരണം ഈ ആയില്യം നക്ഷത്രക്കാർ ആത്മീകം, ദൈവീകം, ഭക്തി ഇതൊക്കെ ഉള്ളവരാണ്. ഭയങ്കര കഴിവും അറിവും ബുദ്ധിയും ഉള്ളവരാണ്. ദേഷ്യം പെട്ടെന്ന് വരുന്നവരാണ്. മറ്റൊരാൾ അവരെ ഉപദേശിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അനുസരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, കൂടുതൽ പാരകൾ ഉണ്ടായിപ്പോകും. കാര്യം പറയണം കളരിക്ക് പുറത്തെന്ന് പറയുന്നത് പോലെ നമ്മൾ കാര്യം പറയാൻ പോകുമ്പോഴാണ് ആളൊക്കെ പാരയായിട്ട് തോന്നണം. പക്ഷെ എങ്കിലും എത്ര വലിയ ശത്രുക്കളും തടസ്സങ്ങളും ജീവിതത്തിന് ഉലച്ചാലും നമ്മൾ തളരാതെ കാര്യങ്ങൾ ജയിച്ച് നേടാൻ പറ്റുന്ന ഒരവസരമാണ് നമുക്കുള്ളത്. വേറെ 1 വരുമ്പോൾ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്തയ കീർത്തിസ്ഥാന വിശേഷ ലബ്ധിരീതി വിജ്ഞേയം കലു പ്രച്ചത. സുഖസ്ഥിതി മനസ്സിനും ശരീരത്തിനും ഒക്കെ സുഖം കിട്ടും. എല്ലാ കാര്യത്തിനും ജയം കിട്ടും, ആരോഗ്യം കിട്ടും, അർത്ഥസമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങളും കീർത്തിയും. വിശേഷലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നേടാൻ പറ്റാത്തതും ഈശ്വരൻ്റെ സഹായം കൊണ്ട് നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് നേടിയെടുക്കുന്ന വിദ്യ, ഉദ്യോഗം, അധികാര, സമ്പത്ത്, സന്തതി, സൗഭാഗ്യം, ഐശ്വര്യങ്ങളൊക്കെ കിട്ടി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നേടി ജയിക്കാനും നമ്മളെ ജീവിതത്തിൽ നമുക്ക് വളരെ സന്തോഷവും സംതൃപ്തിയും ജനിക്കുന്ന എല്ലാ പദ്ധതികളും സംരംഭങ്ങളും വിജയിക്കാനും ഒരു തൊഴിലാളി പോലും മുതലാളിയെപ്പോലെ ആവാനും സമൂഹത്തിന് നിലയും വിലയും അംഗീകാരങ്ങൾ കിട്ടാനും നമ്മളെ നിമിത്തം മറ്റുള്ളവർക്ക് ഗുണനന്മകൾ സിദ്ധിക്കാനും ക്ഷേത്രങ്ങൾ, ആൾത്തറകൾ, അമ്പലങ്ങൾ, ആശ്രമങ്ങളൊക്കെ നമുക്ക് പുനരുദ്ധരിക്കാനും മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്താനും ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്ത് നമുക്ക് വിസ കിട്ടാനും സിറ്റിസൺഷിപ്പ് കിട്ടാനും ലൈസൻസ് കിട്ടാനും അംഗീകാരം കിട്ടാനും ഒക്കെ തന്നെ നമുക്ക് യോഗമുള്ള ഘട്ടമാണ് ഈ പറയുന്ന വേഴൻ ഒന്ന് നിൽക്കുമ്പോൾ. വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് ഒന്ന് പരിശ്രമിച്ച് അവർക്ക് നല്ല അംഗീകാരവും ജോലിയൊക്കെ കിട്ടാനും യോഗമുണ്ട്. കാരണം ഇത് പറയാൻ കാരണം നമുക്ക് 2022 തൊട്ട് 2025 വരെ അഷ്ടമശനി എന്നുകൊണ്ട് വലിയൊരു ഗ്രഹപ്പഴം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 12 വേഴനായി. അപ്പോൾ അടുത്തൊരു ഗ്രഹപ്പഴം മാറിയപ്പോൾ അടുത്തൊരു ഗ്രഹപ്പഴം വന്നു. ആ 12 വേഴൻ 2026 6 മാസം 2-ാം തീയതിയാണ് മാറിയത്. ഇപ്പോൾ വേഴ 1 വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 3.5 കൊല്ലം വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ എല്ലാം നമുക്ക് കിട്ടുന്നതും സന്താനത്തിനും സമ്പത്തിനും ഒക്കെ വിഷമം തോന്നുന്ന, ജീവിതം തന്നെ വളരെ ദുഃഖം തോന്നുന്ന തരത്തിലെല്ലാം ഉണ്ടെങ്കിലും ഒരു സന്തോഷം പൂർണ്ണമായിട്ട് കിട്ടാത്ത വിഷമതകളുള്ള ഘട്ടമായിരുന്നു. ഇപ്പം നമുക്കതൊക്കെ മാറി പിള്ളേരുടെ കാര്യവും കുടുംബകാര്യവും ജോലിയുടെ കാര്യവും പ്രവർത്തനത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും ഒക്കെ കാര്യങ്ങൾ വന്ന് നമുക്കെല്ലാ പുരോഗതികളും കൈവരിച്ച് നേടാൻ പറ്റുന്ന ഒരു സമയമാണ്. കൂടാതെ ശനി 2026 ഡിസംബർ വരെ ഭാഗ്യസ്ഥാനത്തുണ്ട്. ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ശനി അവിടുന്ന് മാറി 10ലേക്ക് വരും. അപ്പോൾ കണ്ടക ശനി വരും. കണ്ടക ശനി എന്ന് പറയുന്നത് നമുക്ക് കുറേ തടസ്സങ്ങളുണ്ടാവും, ശത്രുക്കളുണ്ടാവും,
കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യാത്തത് നിങ്ങളാണ് ചെയ്തത്, നിങ്ങളാണ് പറഞ്ഞതെന്നും കൊണ്ട് ചില ശത്രുതകളും ഉപദ്രവങ്ങളും ഒക്കെ ശത്രുക്കൾക്ക് നമ്മളോട് അസൂയ മൂത്ത് നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഒന്നും ബുദ്ധിമുട്ടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു സമയവും. നമ്മൾ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും നിങ്ങളുടെ അധികാരികളുടെ ഉപദ്രവം കൊണ്ട് ജോലി വേണ്ടാന്ന് തോന്നും, ബിസിനസ് മതിയാക്കി കളഞ്ഞാൽ കൊള്ളാമെന്ന്. ഒരു മുറുക്കാൻ കട തുടങ്ങിയാൽ പോലും പഞ്ചായത്തുകാരുടെ ശല്യങ്ങളൊക്കെ നമ്മളെ ബാധിച്ചതുപോലെ ഇരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ അധികാരികളുടെ ഭാഗത്ത് നിന്നും തൊഴിലാളി, മുതലാളി, പാർട്ണർ ഇവരുടെ ഭാഗത്ത് നിന്നുമൊക്കെ ഉണ്ടാകും. അപ്പം അവരെയൊക്കെ നമ്മൾ കൂടുതലും വിരോധിക്കാതെ ഏത് കാര്യങ്ങളും അംഗീകാരത്തോടു കൂടി ഒരു പ്രോജക്റ്റ്, നമ്മളൊരു പുതിയ പരിപാടി തുടങ്ങണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതികൾ തരാമെന്ന് അവർ പറഞ്ഞാലും തന്നതിന് ശേഷം മാത്രം പോകണം. സർക്കാരിൻ്റെ പരിപാടി നമുക്കറിയാം, നമ്മൾ ചെയ്തോ അത് കുഴപ്പമില്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്നെല്ലാം ഓക്കെ എന്ന് പറയും. നമ്മളെല്ലാം റെഡിയാക്കുമ്പോൾ സമയമായിട്ടൊന്നും ആ ഫെസിലിറ്റി ഇല്ല, ഇതില്ല, അതില്ല, മറ്റേല്ല, മറിച്ച് ഇവിടെ പറ്റൂല എന്ന് പറയുന്ന അവസ്ഥകളും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ ആ സ്വാധീനം കൊണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പലവർക്കും നേടാൻ പറ്റുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സ്വാധീനം ശേഷിയുള്ള സമയം പോയി വേറൊരു അധികാരിയാ ഉദ്യോഗസ്ഥന്മാരാ വരുമ്പോൾ അവർക്കും നമ്മളോട് ഇതേപോലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച് ഒരാൾ കൊള്ളാമെന്ന് പറഞ്ഞ ഒരാൾ തെറ്റാണെന്ന് പറഞ്ഞ് നമ്മളെ ഉപദ്രവിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ശാസ്താവിനെയും ശിവനെയും ഭജിക്കണം. പിന്നെ 8 സർപ്പം നിൽക്കുന്ന സമയമാണ് ഇപ്പം. പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ കുഴപ്പം വരില്ല. സർപ്പം 8 നിൽക്കുമ്പോൾ ഈ ഓർത്തോ, ന്യൂറോ, ഗാസ്ട്രോ, സൈക്കോ പ്രോബ്ലങ്ങൾ, സർജറികൾ ഇതൊക്കെ വേണമെന്ന് ഡിസംബർ വരെ പറയും. അപ്പം മരണസ്ഥാനമാണ് ഈ 8. അപ്പോൾ 8 സർപ്പം നിൽക്കുമ്പോൾ ഒരു പനി പിടിച്ചാലും നമ്മൾ മരിച്ചു എന്ന് പറയും. എന്നെ ഒരു കൊതു പോലും കടിച്ചിട്ടില്ലെന്ന് ചില ആൾക്കാർ വലിയ കാര്യത്തിൽ പറയും. പക്ഷെ നമുക്ക് ഈ പാമ്പ് കടി, പേപ്പട്ട് കടി, പക്ഷഭയ, തേനീച്ച, കടന്തൽ, അതേപോലെ ആ ജീവജന്തുക്കളുടെ ഉപദ്രവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു കൊതു കടിച്ചാലും ഒരു ഡെങ്കിപ്പനി വന്നാൽ നമുക്ക് ദോഷമാണെന്ന് തന്നെ ആശുപത്രിക്കാർ പറയണതല്ല, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മരുന്നും വേണം, മന്ത്രവും വേണം. അതിന് നമുക്ക് നവഗ്രഹ പൂജ, മൃത്യുഞ്ജയ ഹോമം, സർപ്പപൂജ, ഐശ്വര്യ പൂജ, ശത്രുക്കൾ പത്തി ഉയർത്താതിരിക്കാൻ വേണ്ടിയുള്ള ശത്രു സംഹാര പൂജ, ഐശ്വര്യ പൂജയൊക്കെ ചെയ്യുമ്പോൾ എതിരായിട്ട് ശത്രുവിനെ പോലെ നിൽക്കണമെങ്കിലും മിത്രങ്ങളായിട്ട് നമ്മളോട് വരും. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ചെയ്തുകൊണ്ട് നമ്മൾ പരിഹരിച്ച് പോകുമ്പോൾ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അപ്പം എന്തായിരുന്നാലും നമുക്ക് ഈ വേടനെന്ന് പറയുന്ന ഗ്രഹം ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരു. അപ്പോൾ ബുദ്ധിയുടെ ആളാണ് വേഴൻ. അപ്പോൾ ബുദ്ധിശക്തി കിട്ടും. ഒരു കാര്യം ആലോചിച്ച് പെരുമാറാനുള്ള അതിവിശേഷ ബുദ്ധി നമുക്ക് തോന്നും. അപ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷം നമുക്കുണ്ടാകും. പുത്രരും മക്കളെ കൊണ്ടുള്ള വിഷമമൊക്കെ മാറും. പിള്ളേർക്ക് ജോലി കിട്ടാൻ, പൈസ കിട്ടാൻ, വിവാഹം നടക്കാൻ, അഡ്മിഷൻ കിട്ടാൻ, ജോലി കിട്ടാൻ, അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിത്തീരാൻ, പിള്ളേരുടെ പ്രീതി കിട്ടാൻ യോഗമുണ്ട്. ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വം, എല്ലാവരുടെയും സ്നേഹം കിട്ടും. ദേഹം എന്ന് വെച്ചാൽ നമുക്ക് ദേഹം കിട്ടും. ദേഹം കിട്ടണമെന്തൊരു നമ്മൾ ആഹാരമൊക്കെ കഴിക്കാതെ ഉണങ്ങി മരിഞ്ഞൊക്കെ ഇരിക്കുന്ന ശരീരം പോലും നമുക്ക് നല്ല സൗന്ദര്യവും ആരോഗ്യവും ബുദ്ധിശക്തിയൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ കാല് മുറിക്കണം, കൈ മുറിക്കണം എന്നൊക്കെ ആശുപത്രിക്കാർ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കും. ഇങ്ങനെ നമുക്ക് ഒരു സർജറിയും കൂടാതെ ചില പാർട്സുകൾ എടുത്ത് കളയണമെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് നല്ല രീതിയിൽ നല്ല സുഖം പ്രാപിച്ചു വരാനും അങ്ങനെ ദേഹാർത്ഥം ഗുരുത്വം നിറയെ പൈസ കിട്ടാനും ഗുരുത്വം കിട്ടാൻ, മാതാപിത, ഗുരു, ദൈവം ഇവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടാൻ, ആശീർവാദങ്ങൾ കിട്ടാൻ, മറ്റുള്ളവരുടെ സഹായം കിട്ടാൻ, സുഖവും മന്ത്രത്വം മന്ത്രജപങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ദൈവിക ശക്തി വീണ്ടെടുക്കാൻ, ബുദ്ധിശക്തി വർദ്ധിക്കാൻ. മന്ത്രിത്വം എന്നാണ് വലിയ അധികാരികളൊക്കെ ആവാൻ ശ്രമിക്കണവർക്ക് അവരുടെ രാഷ്ട്രീയ ഭാവി ശോഭനമാവാൻ, അവർക്ക് അധികാരങ്ങൾ, പ്രസിഡന്റ്, സെക്രട്ടറി, ഡയറക്ടർ, മാനേജർ, പ്രസിഡന്റ് ഇങ്ങനെയൊക്കെയുള്ള നല്ല പദവികളൊക്കെ അവർക്ക് കിട്ടാനും യോഗമുണ്ട്. സാധാരണക്കാരനാണെങ്കിലും അവനും ഏതൊരു സാധാരണക്കാരനാണെങ്കിലും അവൻ്റെ പ്രവൃത്തിയിൽ അവന് നിറയെ കോള് വന്ന് മെച്ചം വന്ന് ചെറിയൊരു തൊഴിലാളിക്കും ഒരു കോൺട്രാക്ടർ ആവാനും ഒരു മുതലാളിയാവാനും ഒക്കെ ശ്രമിച്ചാൽ അതാവുന്ന സമയമാണ്. അങ്ങനെ കുറേ പൈസയൊക്കെ കിട്ടുമ്പോൾ അയാൾക്ക് കുറച്ച് നല്ല രീതിയിൽ അയാളെ ബിസിനസ്
ഡെവലപ്പ് ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളിനും നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളൊക്കെ ഉണ്ട്. ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. അത് ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചിരുന്നു. അപ്പം അത് നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ കൂടുതൽ ആത്മീകവും ദൈവികവും ഭക്തിയൊക്കെ ഉള്ള ആൾക്കാർക്ക് കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ പുണ്യമാണ്. കാരണം ഇത് മാന്ത്രികന്മാരുടെ അമ്പലമാണ്. മാന്ത്രികം, താന്ത്രികം, ജ്യോതിഷം, വൈദ്യം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏത് ഗ്രഹപ്പഴമുള്ള ഒരാളാണ് നമ്മളെ അമ്പലത്തിൽ വന്നാലും അവർക്കത് മാറിക്കിട്ടാൻ വേണ്ടിയുള്ള ദൈവങ്ങളെല്ലാം അവിടെ ഉണ്ട്. എല്ലാ അമ്പലത്തിലും അതില്ല. അവിടെ ഒരു ശിവന, വിഷ്ണു, ദേവി ഇതെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഈ കാലഭൈരവന് സമയം കിട്ടുമ്പോൾ വന്നൊന്ന് തൊഴുത് പ്രാർത്ഥിച്ച എല്ലാ ഐശ്വര്യവും ഉണ്ടാവും. അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജ, കാലഭൈരവ പൂജ, സർപ്പപൂജ, അമാവാസി പൂജ എല്ലാം നടത്താറുണ്ട്. താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. ആരും കാള് ചെയ്യരുത്. കാള് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പം വിളിക്കാൻ പറ്റൂല, പിന്നെ വിളിക്കാൻ പറഞ്ഞാൽ വീണ്ടും വിളിക്കുക. അങ്ങനെ വിളിച്ച് നിങ്ങളുടെ പൈസയും സമയവും എൻ്റെ സമയവും ബുദ്ധിമുട്ടും ഒക്കെ കൂടി വരും. അപ്പം അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും ശ്രീ പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.